ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ തൻ്റെ കാലത്തുണ്ടായിരുന്നത് സ്വർണം പൂശിയ ചെമ്പുപാളി തന്നെയാണ്. ആ കാലത്ത് സ്വർണത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം താൻ വഹിക്കും. 1999 മുതലുള്ള ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നും എ പത്മകുമാർ 24-നോട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അലയൊലികൾ ഇങ്ങനെ തുടരുകയാണ്. ഇന്നെന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നിലവിൽ പറയുന്നത് 1999 മുതലുള്ള ഈ ഇടപാടുകൾ പൂർണ്ണമായി പരിശോധിക്കാം, ഏത് തരത്തിലുള്ള അന്വേഷണവും നടക്കട്ടെ എന്നാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ 24-നോടൊപ്പം ചേരുകയാണ്. ഈ 99 മുതൽ 2025 മുഴുവൻ ഇടപാടുകളും ഈ സ്വർണ്ണപ്പാളിയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാമെന്ന് പറയുന്നത്, അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ കഴിഞ്ഞ കാലത്ത് അവിടെ സ്വർണം പൊതിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 1999 മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബോധ്യപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങയുടെ കാലത്ത് ഈ അത് ശരിക്കും സ്വർണ്ണപ്പാളിയായിരുന്നു, അത് ചെമ്പായിരുന്നു, അതിലാണ് ഇപ്പോൾ വലിയ വിവാദം നിലനിൽക്കുന്നത്. ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല. അത് ചെമ്പ് തകിടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്വർണം പൂശാണ്. ആ സ്വർണ്ണപ്പൂശ് പോയത് കൊണ്ടാണ് അതായത് ദ്വാരപാലകരെന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനോട് വാതിലിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് കറുത്ത് ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അതൊന്നുകൂടെ കൃത്യമാക്കി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു പ്രപ്പോസൽ തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു അവിടെ വന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണം അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണം എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനൊരു സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നിയമപരം, ആചാരം, മറ്റ് ധാർമ്മികത ഇതെല്ലാം നോക്കി തന്നെയാണ് എൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഈ ദേവസ്വം മാനുവൽ അനുസരിച്ച് ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ശബരിമലയ്ക്ക് പുറത്തേക്ക് ഈ പാളി ഉൾപ്പെടെ കൊണ്ടുപോയത് ചട്ടവിരുദ്ധമാണ് എന്നൊരു അഭിപ്രായം അനന്തഗോപൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു. അതിലങ്ങേക്ക് എന്താ പറയാനുള്ളത്? അങ്ങയുടെ കാലഘട്ടം കൂടി വരുന്ന സമയമാണ് ഇതാണ്. അല്ല, അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ദേവസ്വം മാനുവൽ എന്ന് പറയുന്നത് 1950-ലെയാണ്. അതിനുശേഷം ഇക്കാര്യങ്ങളിലൊക്കെയുള്ള ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാം മാനുവൽ നോക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ചില മുൻ പ്രസിഡന്റുമാരും ഇപ്പോൾ ഒരു മുൻ മന്ത്രി പറയുന്നത് കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്വർണ്ണപ്പാളിയൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ. ഈ സുധാകരനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞതായിട്ട് കിട്ടും. ഇവരെ പോലുള്ള ചില ആൾക്കാരുള്ളതാണല്ലോ നമ്മുടെ പാർട്ടിയുടെ ഒരു ഗുണം. അവരെയൊക്കെ കണ്ടുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ മേലെ ഇങ്ങനെയുള്ള ചില വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. അതിലൊന്നും ഒരു കാര്യമില്ല. വളരെ കൃത്യമായി പറയാനും അഭിമാനത്തോടു കൂടി പറയാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പണവട സ്വർണത്തിൻ്റെ വ്യത്യാസം എൻ്റെ കാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിത്വം വഹിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കട്ടെ, വിജിലൻസ് അന്വേഷിക്കട്ടെ, ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.